ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് ചെടികളിലും അതുപോലെ തന്നെ പച്ചക്കറികളിലൊക്കെ വരുന്ന പുഴുക്കളെ എങ്ങനെ അകറ്റി നിർത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ പുഴുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ശലഭങ്ങളുടെയും പ്രാണികളുടെയൊക്കെ ലാർവകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുഴുക്കൾ. അപ്പോൾ ഈ പുഴുക്കൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരം പൂമ്പാറ്റകളും അതുപോലെ നിശാശലഭങ്ങളും പ്രാണികളും ഷഡ്പദങ്ങളൊക്കെ ആയിട്ട് പറന്നു പുഴുക്കളെ എങ്ങനെ നിഷ്പ്രയാസം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും, കൂടാതെ ഇവ എങ്ങനെ നമ്മുടെ തോട്ടത്തിലേക്ക് കടക്കുന്നത് ഒഴിവാക്കിയെടുക്കാതിനെ കുറിച്ചുള്ള ഒരു കൊച്ചു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഈ ചെടികളെ ആക്രമിക്കുന്ന പുഴുക്കൾ പല വെറൈറ്റി ഉണ്ട്. അതിലൊരു പ്രധാന പുഴുവാണ് ഇലച്ചുരുട്ടി പുഴുക്കൾ. ഇലച്ചുരുട്ടി പുഴുക്കൾ നമ്മുടെ പച്ചക്കറികളെയും അതുപോലെ തന്നെ ചെടികളെയൊക്കെ ഒരേ സമയം ആക്രമിക്കുന്ന ഒരു കീടാണ്. സാധാരണ വെണ്ടയൊക്കെ വളരെ മാരകമായിട്ട് ഈ ഒരു കീടം ആക്രമിക്കാറുണ്ട്. കൂടാതെ ഇതിലുള്ള ചെടികളെയും ഈ ഒരു കീടം ആക്രമിക്കും. നമ്മുടെ നന്ദ്യാർവട്ടമൊക്കെ ഉണ്ടെങ്കിൽ നന്ദ്യാർവട്ടത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇലകളെല്ലാം തിന്നു തീർക്കും. അപ്പോൾ എങ്ങനെയാണ് ഇല ചുരുട്ടി പുഴുക്കൾ അടക്കമുള്ള പുഴുക്കളെ എങ്ങനെയാണ് നശിപ്പിച്ച് കളയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ബിവേറിയ ഉപയോഗിച്ചിട്ട്. ബിവേറിയ ഉപയോഗിച്ച് നമുക്ക് പല കീടങ്ങളെയും കൊന്നു കളയാമെന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞാൽ ഈ മിത്ര കുമിൾ നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം അതിൻ്റെ തെളി എടുത്തിട്ട് നമ്മൾ ചെടി മൊത്തമായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് 3 ദിവസം കൊണ്ട് തന്നെ ചെടികളിലുള്ള മിക്ക കീടങ്ങളും ചത്തു തുടങ്ങും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭാവിയിൽ നമ്മുടെ തോട്ടത്തിലേക്ക് വരുന്ന കീടങ്ങൾ അവ പെറ്റി പെരുകാതിരിക്കാനും ഈ ഒരു സംഭവം വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ബിവേറിയ ബാസിയാന അടുത്തുള്ള വളം വിൽക്കുന്ന കടയിൽ പോവുക, വാങ്ങിക്കുക, ഇതേ അളവിൽ എടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ തോട്ടത്തിലൊക്കെ ചെടികളെയൊക്കെ മിക്കപ്പോഴും ആക്രമിക്കുന്ന പല പുഴുക്കളെ കൊല്ലാനും ഈ ഒരു സംഭവം പ്രയോഗിക്കാം. ഞാൻ മാവിൽ ബിവേറിയ ബാസിയാന ഉപയോഗിച്ച് എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കീടങ്ങളെ കൊല്ലാമെന്നുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെടികളിലൊക്കെ വരുന്ന പുഴുക്കളെയും വളരെ എളുപ്പത്തിൽ കൊന്നൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.